ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 52 സ്ഥാപിച്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുദീർഘമായ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ദിനമാണ് 1912 സെപ്റ്റംബർ 15. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ തൃക്കരങ്ങളാൽ നിർമ്മിച്ച വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള നിരണം പള്ളിയുടെ ദിവ്യമായ മദ്ബഹായിൽ വെച്ച് പുണ്യപുരാതനമായ കിഴക്കിൻ്റെ കാതോലിക്കേറ്റ് സ്ഥാപിതമായ ദിനമാണിത്. മലങ്കര സഭയ്ക്ക് ഒരു പുതിയ യുഗം തുറന്നു കിട്ടിയതിൻ്റെ അവിസ്മരണീയമായ ദിനമാണ്. നമ്മുടെ പൂർവീയ പിതാക്കന്മാരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി സ്ഥാപിതമായ ഈ ഉന്നത പൗരോഹിത്യ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം മലങ്കര സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ചിഹ്നമാണ്. ഏതെങ്കിലും വേറിട്ട ശക്തികൾക്കോ സഭകൾക്കോ സംഘടനകൾക്കോ മലങ്കര സഭയുടെ കൗദാശികവും ഭരണപരവുമായ തലങ്ങളിൽ ഇനിയും ഇടപെടാൻ സാധിക്കുകയില്ല. കാരണം പരിശുദ്ധ സഭയുടെ സമസ്ത മേഖലയെയും ഏകോപിപ്പിച്ച് നിയന്ത്രിക്കുവാൻ ഇവിടെ സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റും അതിൽ ഒരു കാതോലിക്കായും ഉണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവിധ വിദേശ ശക്തികൾക്ക് കീഴ്പ്പെടേണ്ടിയിരിക്കു വന്നതിനാൽ മലങ്കര സഭ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ ഏറെയാണ്. AD 4-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ മെത്രാന്മാർ മലങ്കര സഭയിൽ ആധിപത്യം പുലർത്തിയിരുന്നതിനാൽ തദ്ദേശീയനായ ഒരാൾക്ക് മേൽപ്പെട്ട സ്ഥാനം സ്വപ്നം കാണുവാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. പേർഷ്യയിൽ നിന്ന് വന്ന ഒരു മെത്രാൻ കാലം ചെയ്താൽ അടുത്തയാൾക്കായി ദീർഘനാൾ നാം കാത്തിരിക്കേണ്ടതായിരുന്നു. ആ കാലത്ത് സഭയുടെ മേൽനോട്ടത്തിന് അർക്കദിയാക്കോൻ എന്ന നാട്ടുസ്ഥാനി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന പോർട്ടുഗീസുകാരും ഈ സഭയെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അന്ത്യോക്യൻ ബന്ധം ആരംഭിച്ചത് മുതൽ നാട്ടുമെത്രാന്മാർ ഉണ്ടായിരുന്നു എങ്കിലും സഭയുടെ സ്വാതന്ത്ര്യം അവരും അംഗീകരിച്ച് തന്നിരുന്നില്ല. അന്ത്യോക്യൻ പിതാക്കന്മാരുടെ തന്നിഷ്ടം പോലെ മലങ്കര സഭയിലെ മെത്രാന്മാരെ നിയമിക്കുകയും നീക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എക്കാലവും ചിന്തിച്ചിരുന്ന മലങ്കര സഭയുടെ ഊർജ്ജസ്വലരായ നേതാക്കൾ മെത്രാന്മാരെ വാഴിക്കുവാനും മൂറൻകൂത ചെയ്യുവാനുമെല്ലാം അധികാരമുള്ള ഒരു ഉന്നത പൗരോഹിത്യ സ്ഥാനി മലങ്കരയിൽ ഉണ്ടാകുന്നതിനു വേണ്ടി പ്രത്യക്ഷമായ പരിശ്രമങ്ങൾ 19-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചു. ഒടുവിൽ 1912 അന്ത്യോക്യ പാത്രിക്കീസായിരുന്ന ഇഗ്നാത്യോസ് അബ്ദുൽ മസീഹ തന്നെ മലങ്കരയിലെത്തി പുരാതനമായ കിഴക്കിൻ്റെ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചു നൽകി. പിൽക്കാലത്ത് ആ സ്ഥാനം ഒഴിയുമ്പോൾ പുതിയ ആളെ വാഴിക്കാനുള്ള സ്വാതന്ത്ര്യവും മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാർക്ക് ലഭ്യമായി. AD 4-ാം നൂറ്റാണ്ടോടെ റോമാ സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിലെ മെത്രാന്മാർ അധികാരത്തിൽ വളർന്ന് പാത്രിക്കീസന്മാർ എന്ന നാമം സ്വീകരിക്കുവാൻ തുടങ്ങി. ക്രമേണ തങ്ങൾക്ക് ചുറ്റുമുള്ള വലിയൊരു പ്രദേശത്തെ മെത്രാന്മാരുടെ മേൽ ഇവർ ആധിപത്യം പുലർത്തി. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ റോമാ സാമ്രാജ്യത്തിന് പുറത്തെ പ്രധാന നഗരങ്ങളിലെ മെത്രാന്മാർ സ്വീകരിച്ച നാമമാണ് കാതോലിക്ക എന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സെലൂക്യ ടെസിഫോണിലെ മെത്രാനാണ് ആദ്യം കാതോലിക്ക എന്ന നാമം സ്വീകരിച്ചത്. മലങ്കര സഭയുടെ ഭാവനയ്ക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു നവീന സ്ഥാനമല്ല
സഭയുടെ പ്രധാന തലവന് നൽകപ്പെട്ടത്. ഒരു കാലത്ത് മലങ്കര സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന പേർഷ്യൻ സഭയിൽ നിലനിന്നിരുന്ന കിഴക്കിൻ്റെ കാതോലിക്ക എന്ന സ്ഥാനത്തിനാണ് മലങ്കര സഭ പുനർജീവൻ നൽകിയത്. പേർഷ്യൻ സഭയുടെ തലസ്ഥാനമായിരുന്ന സെലൂക്യ ടെസിഫോണിലെ മെത്രാപ്പൊലീത്തായിക്ക് 4-ാം നൂറ്റാണ്ടോടെ ലഭിച്ച സ്ഥാനനാമമാണിത്. 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പേർഷ്യൻ സഭ നെസ്തോറിയൻ വിശ്വാസം സ്വീകരിക്കുകയും സഭയുടെ തലവൻ കാതോലിക്ക എന്ന പേര് ഉപേക്ഷിക്കുകയും ചെയ്തു. പേർഷ്യൻ സഭയുടെ ഭാഗമായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്ന മലങ്കര സഭയുടെ പ്രധാന തലവൻ പുരാതനമായ ആ സ്ഥാനനാമം സ്വീകരിക്കുകയായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. കിഴക്കിൻ്റെ കാതോലിക്ക എന്ന നാമം മലങ്കരയിലെ കാതോലിക്കേറ്റിൻ്റെ പുരാതനത്വം വിളിച്ചറിയിക്കുന്നു. വിപുലമായ അധികാര അവകാശങ്ങളാണ് പേർഷ്യയിൽ ഉത്ഭവിച്ച കിഴക്കിൻ്റെ കാതോലിക്കായ്ക്ക് ഉള്ളത്. അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാനും ആരാധന ക്രമീകരിക്കുവാനും സഭയെ ആത്മീയമായും ലൗകികമായും കെട്ടിപ്പടുക്കുവാനും നയിക്കുവാനുമുള്ള അധികാരവും അവകാശവും കാതോലിക്കായ്ക്ക് ഉണ്ട് എന്ന് AD 424 മർക്കബ്ദാസ് ഉന്നഗതോസ് നിശ്ചയത്തിലുണ്ട്. ഈ കാതോലിക്കേറ്റിൻ്റെ പിന്തുടർച്ചയാണ് മലങ്കര സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സഭകളുടെ തലവന്മാർ പൊതുവായി അറിയപ്പെടുന്നത് പാത്രിയർക്കീസ്, പോപ്പ്, കാതോലിക്ക എന്നീ 3 സ്ഥാനനാമങ്ങളിലാണ്. മലങ്കര സഭയുടെ പ്രധാന തലവനും കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ലോകമെങ്ങുമുള്ള മറ്റ് സഭാ നേതാക്കളോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് ലഭ്യമായി എന്നതാണ് ഈ ദിനത്തിൻ്റെ മറ്റൊരു സവിശേഷതയായി നാം കാണുന്നത്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലും എക്യൂമെനിക്കൽ സമിതികളിലും മലങ്കര സഭയുടെ പേരും പെരുമയും അടയാളപ്പെടുത്തുവാൻ നമുക്കിന്ന് സാധ്യമാകുന്നത് പ്രാർത്ഥനാ ജീവിതവും ദീർഘദർശനവുമുള്ള നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നേടിത്തന്ന ഈ കാതോലിക്ക സ്ഥാനത്തിൻ്റെ മഹിമ മൂലമാണെന്നത് വിസ്മരിക്കുവാൻ സാധ്യമല്ല. മലങ്കര സഭയെ നീ ഭാഗ്യവതിയാണ്. നിൻ്റെ സ്വാതന്ത്ര്യം നീ നേടിയെടുത്തത് ആണ്. പരിശുദ്ധ പിതാക്കന്മാരുടെ ദൈവാശ്രയ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലുണ്ട്. ആ പുണ്യപിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നാം ശരണപ്പെടും. പരിശുദ്ധ സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. കാതോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.